തന്നല തന്നാന തന്നല തന്നല തന്നാന ഓയ് തന്നല തന്നാന തന്നല തന്നാന ഓയ് തന്നല തന്നാന തന്നല തന്നാന ഓയ് അല്ല നോക്കിയും കണ്ടൊക്കെ നടന്നില്ലെങ്കിലേ നമ്മൾ അധികം താമസിക്കാതെ ഇതുപോലെ ബാജിയുടെ കുത്തണ്ടി വരുവേ. ഡോക്ടർ പറഞ്ഞത് 4-5 ദിവസം കൂടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാൽ മതി എന്നാ. പക്ഷെ 3 ദിവസം കൂടി കഴിഞ്ഞാ ലക്ഷ്മിയുടെ പെണ്ണ് കാണാൻ ആള് വരും. അച്ഛന്റെ ഒരു കൂട്ടുകാരന്റെ ഇടപാടില്ല. സ്ത്രീധനം കൊടുക്കാൻ കാശില്ലാത്തോണ്ട് ഞാൻ വീട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വരാൻ പറ്റാത്തോണ്ട് മാഷ് അവിടെ ഉണ്ടാവണം. അനന്തൻ വിഷമിക്കണ്ട. അനന്തന്റെ സ്ഥാനത്ത് നിന്ന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. എന്താ പോരെ? മതി മാഷേ. ലക്ഷ്മിയെടുത്തി നേരം വൈകണ്ട, പൊക്കോളൂ. കാലത്തെ പാല് മേടിച്ചു കൊടുക്കാനുള്ളതല്ലേ. വരൂ, ഞാൻ കൊണ്ടുവിടാം. ആ പട്ടരുടെ പെങ്ങളും ചൂടൻ രാമേന്ദ്രനായിട്ട് എന്താണ് ഒരു ലൈൻ? രാമേന്ദ്ര, നിന്റെയോ എന്റെയോ അവസാനം കണ്ടിട്ടേ ഞാൻ അടങ്ങും. കക്ഷി വരുന്നുണ്ട്. ആഹാ, ഇയാളാണോ? അതൊന്ന് പൊതിയുന്നു. ഇതൊന്നും പൊതിയേണ്ട കാര്യമില്ലോടൂ. മിഠായി വാങ്ങുന്ന പോലെ ആൾക്കാർ വാങ്ങിച്ചോണ്ട് പോണേ. എന്നാലും ആൾക്കാരുണ്ടെങ്കിലും മോശം.
കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. വരുന്ന വഴിക്ക് ഞാൻ കണ്ടു. ലക്ഷ്മി ഇങ്ങനെ കരഞ്ഞതുകൊണ്ടോ വിഷമിച്ചതുകൊണ്ടോ അത് എഴുതി വെച്ചവര് മാച്ചു കളയാനൊന്നും പോകുന്നില്ല. സത്യം എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ നാട്ടുകാരെ അതൊന്നും ബോധ്യപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഏതൊരു പെൺകുട്ടിക്കും സഹിക്കാൻ കഴിയാത്ത ഒന്നാണ് ഉണ്ടായതെന്ന് അറിയാമെങ്കിലും പറയുകയാണ്. സാരമില്ലാന്ന് കരുതിയ വിഷമം കുറെയൊക്കെ മാറിക്കിട്ടും. ദേ, കരയണ്ട. ഇങ്ങനെ കരഞ്ഞാൽ എന്നെ കുറെ വിഷമിപ്പിക്കാമെന്നല്ലാതെ എന്താ കാര്യം? വരടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചെന്നും പറഞ്ഞ് എനിക്കൊരു വിഷമവുമില്ല. രാമേന്ദ്രൻ എനിക്കറിഞ്ഞൂടെ? ദേ, വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആരും കാണാണ്ട് ഇപ്പൊ തന്നെ പോയി ആ പെണ്ണിന്റെ പേര് എഴുതിയിരിക്കുന്നൊക്കെ മാച്ച് അവിടെയൊക്കെ എന്റെ പേര് എഴുതി വെക്കാം. എന്താ? ഐഡിയ ഒക്കെ കൊള്ളാം. താനീ പറഞ്ഞത് എന്നെ രക്ഷിക്കാനല്ലെന്നും തന്റെ ഒരു അസൂയ കൊണ്ട് മാത്രമാണെന്നും എനിക്കറിയാം. അസൂയോണ്ട് തന്നെയാ. രാമേന്ദ്രൻ അറിയോ? രാമേന്ദ്രന്റെ പേരിന്റെ കൂടെ വേറെ ഏതൊരു പെണ്ണിന്റെ പേര് എഴുതിയാലും എനിക്ക് സഹിക്കില്ല. പക്ഷേ എനിക്കിഷ്ടമാണെങ്കിലോ? അതുകൊണ്ട് തന്നെയാ വേറെ ആരെങ്കിലും ഇനി എന്തെങ്കിലുമൊക്കെ എഴുതുന്നതിന് മുമ്പ് നമ്മുടെ വെഡിങ് ലെറ്റർ അടിച്ചു കളയാന്ന് വെച്ചത്. സാറിന് ഏതാ വേണ്ടെന്ന് സെലക്ട് ചെയ്യ്. തനിക്ക് ഏതാ ഇഷ്ടം? അത് ഞാൻ പിന്നെ പറയാം. ആദ്യം സാറിന് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് പറ. ഇതുപോലെ സിമ്പിളായിട്ട് തനിക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? അത് തന്നെ മതി. പ്രിന്റ് ചെയ്യുന്നത് ഗോൾഡൻ ലെറ്റേഴ്സിലായാലോ? ശരിയാ, കുറയ്ക്കണ്ട. നമ്മുടെ കല്യാണക്കുറി സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടട്ടെ, അല്ലേ? വരൂ. ലക്ഷ്മി, ദേ അവര് വന്നു. ഇരിക്കും. അല്ല, നമ്മളാരാ? കുട്ടിയുടെ സ്വന്തക്കാരനാണോ? സ്വന്തക്കാരനാണോ ചോദിച്ചാൽ അല്ല. പിന്നെ ലക്ഷ്മിയുടെ അനിയനില്ലാത്ത സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ വേണ്ടേ? ഞാൻ TK കോളേജിലെ ഒരു ലെക്ചറാണ്, രാമേന്ദ്രൻ. അനന്തൻ എന്റെ സ്റ്റുഡന്റ് ആണ്. ഓഹോ, ഇപ്പൊ ആളെ മനസ്സിലായി. നാട്ടുകാർ പലതും പറഞ്ഞപ്പോ വെറുതെ അസൂയക്കാരെന്തൊക്കെയോ പറയുകയാണെന്ന് കരുതി. എന്തായാലും ഇവിടം വരെ വന്നത് നന്നായി. എല്ലാം നേരിട്ട് കാണാൻ സാധിച്ചല്ലോ. വാരാ. ദേ, വല്ലവരും വല്ലതും ഒക്കെ പറയുന്ന കേട്ട് ഒരു പാവം പെണ്ണിനെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. നിങ്ങൾക്ക് ഇത്ര പ്രയാസം ഉണ്ടെങ്കിലേ തന്നെ തന്നെ കെട്ടിക്കൂടെ? ഇത്രയൊക്കെ നാറിയ സ്ഥിതിക്ക് വല്ലവന്റെ തലയിൽ കെട്ടിയൊക്കെ വന്നിരുത്തി നടക്കേ പ്ലീസ്. ലക്ഷ്മി, 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 കഥ തുറക്കാൻ, കഥ തുറക്കാൻ. ലക്ഷ്മി, ലക്ഷ്മി, കഥ തുറക്കാൻ.